ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയായിരുന്നു. ഇന്ന് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിക്ക് എല്ലാം നടന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടി? ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. പണ്ട് മുതലേ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് ആയിരുന്നു. അല്ലല്ല 3 years ആയി ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് ആയിരുന്നു. പരിചയപ്പെട്ടു, പ്രപ്പോസൽ വന്നു, പിന്നെ ഇതിലോട്ട് പ്രൊസീഡ് ചെയ്യുമായിരുന്നു. എത്ര വർഷത്തെ പ്രണയമായിരുന്നു? പ്രണയം 3 years ആണ്. പക്ഷെ പ്രണയം എന്ന് പറയാൻ പറ്റില്ല. ഡയറക്റ്റ് പ്രപ്പോസൽ നമ്മൾ വീട്ടിൽ പോയി വീട്ടിൽ വന്ന് സംസാരിച്ചു. അതിനുശേഷം പ്രണയിച്ചു ഫസ്റ്റ് പ്രപ്പോസൽ ചെയ്താ ആരാണ്? ഞാനാണ്. ഫസ്റ്റ് എങ്ങനെയായിരുന്നു റിയാക്ഷൻ? റിയാക്ഷൻ അതെ റിയാക്ഷൻ അത്രയും പോരെ. അല്ല, ഒരു ഷോക്കായിരുന്നു പെട്ടെന്ന്. അത് പ്രതീക്ഷിച്ചിരുന്നു. ഒത്തിരി നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. ഒരു വൈബായിരുന്നു. ഒരു ക്യാരക്ടർ ഒരേപോലെ ആയിരുന്നു. അങ്ങനെ കണ്ടു. സമയം നമ്മളതിലോട്ടായി. ആദ്യം പറയുന്ന അങ്ങനെ ഒരു ഇതിൽ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഇതിലല്ല, ഒരു പ്രപ്പോസൽ ആയിട്ട് പ്രപ്പോസൽ ചെയ്തപ്പോൾ തന്നെ ഓക്കെ പറയുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ അല്ല, ആക്ച്വലി പ്രപ്പോസൽ ആയിട്ടല്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു എന്തായിരുന്നു എനിക്ക് ഓർമ്മ. നമ്മളിങ്ങനെ ചുമ്മാ ബീസായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് റാൻഡം ആയിട്ട് പറഞ്ഞതാ, അത്രേ ഉള്ളൂ. അത് പിന്നെ സീരിയസ്. പിന്നെ പുള്ളിക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നി. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. പ്രപ്പോസലായിട്ട് വീട്ടിലോട്ട് പോയി നേരിട്ടെ എല്ലാം അതിൻ്റെതായ വഴിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞു. 1 year അതെ, 2 years ആയപ്പോൾ മാരേജുമായി. വളരെ സന്തോഷമുണ്ട് ദിവസം. അനൂപിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അനൂപിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അനൂപിന്റെ ക്യാരക്ടർ ഭയങ്കര നല്ലതാണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ എൻ്റെ പ്രൊഫഷൻ എന്നെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് തന്നെയാണ്. അനൂപ് എന്താ ചെയ്യുന്നത്? ജോലി അഡ്വക്കേറ്റ് ആണ്. ഞാൻ അഡ്വക്കേറ്റാണ്. ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴേ പറഞ്ഞിരുന്നല്ലോ ഇതുപോലെ ക്യാരക്ടർ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ്. അപ്പോൾ തന്നെ പറഞ്ഞു എസ് അടിച്ചോ, ഞാനുണ്ട് എല്ലാത്തിനും സപ്പോർട്ടായിട്ട്. അതെ, എനിക്ക് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പം കാരണം എൻ്റെ പ്രൊഫഷൻ അതാണ്. അപ്പം എൻ്റെ വൈഫ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും അത് കാണുമ്പോഴേ. നോർമലി ചെയ്യുന്ന ക്യാരക്ടറിനെക്കാട്ടും ഡിഫറെന്റ് ആയിട്ടല്ലേ. ടിപ്സ് അപ്പോൾ ഒരുപാട് കൊടുത്തിരുന്നു ഇങ്ങനെയൊക്കെയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ലോസ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം അത് ഇന്റർവ്യൂസിലൊക്കെ പറയുമ്പോൾ വേറെ ആരും സപ്പോർട്ട് ഇല്ലല്ലോ. ഞാൻ അങ്ങനത്തെ ടൈമിൽ ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി സിനിമ റെഡി ആയിട്ടുണ്ട്. അപ്പം സിനിമ സപ്പോർട്ടൊക്കെ ഉണ്ടാവും? പിന്നെന്താ, സിനിമ നമ്മൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. വേറെ പുള്ളിക്കാരുടെ ഇൻട്രസ്റ്റ് അല്ലേ, അത് പുള്ളിക്കാരി ചെയ്യട്ടെ, നല്ല കാര്യം. അതിൽ യാതൊരു തടസ്സമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും പ്രൊഫഷൻ ഈക്വലി റെസ്പെക്ട് ചെയ്യുന്നത്. അതെ അതെ, അനൂപിൽ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം? തീർച്ചയായിട്ടും ക്യാരക്ടർ തന്നെയാണ്. പാർവതി അല്ല ഞാൻ മെയിനായിട്ട് അട്രാക്റ്റ് ആവാൻ കാര്യം അതാണ്. കാരണം പാർവതിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട്. കാരണം ഈ ഒരു ഏജിൽ കുടുംബത്തിൽ ചിരിക്കാനല്ല കാര്യം പറഞ്ഞതാണ്. അല്ല, കുടുംബം നോക്കുന്നുണ്ട്. അപ്പം പ്രായത്തിനാൽ കൂടുതൽ ഒരു മെച്യൂരിറ്റി ഉണ്ട് സംസാരിക്കുമ്പോൾ, കാര്യങ്ങളും ഡീൽ ചെയ്യുമ്പോൾ. അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് താലി കെട്ടിയ സമയത്ത് പാർവതി കണ്ണ് നിറയുന്നത് എന്തായിരുന്നു? അത് എനിക്കറിയത്തില്ല. അല്ല, അറിയില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞങ്ങള് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് വന്നത്. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്, അറിയില്ല. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സമയമാണ്. ആ ഒരു സമയം വന്നപ്പോൾ കണ്ണു നിറഞ്ഞു. കല്യാണ ദിവസം കാലിന് വയ്യാതെ? കല്യാണ ദിവസമല്ല, കാലിന് വയ്യാണ്ടായിട്ട് കുറച്ച് നാളായി, 1 month ആയി. ഷൂട്ടിന്റെ ഇടയിൽ സംഭവിച്ചതാണ്. പക്ഷെ കല്യാണ സമയമാകുമ്പോൾ ശരിയാണെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് ഹെക്ടിക് ടൈം ആയിരുന്നു. റെസ്റ്റ് പ്രോപ്പർ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെയിൻ ഇന്ന് കുറച്ച് കൂടുതൽ നിൽക്കണമല്ലോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് റെസ്റ്റ് ഇല്ലായിരുന്നു. അതിന്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് ശരിയാവട്ടെ. എല്ലാ രീതിയിലും, ഇമോഷണലി ആണെങ്കിലും. ഫാമിലി നമുക്ക് ഫാമിലി മാത്രമല്ലല്ലോ സ്ട്രഗിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഇമോഷണൽ സാധനമുണ്ട്, അല്ലാതെ ഒരു മെന്റൽ സാധനമുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് ഒത്തുവന്നാൽ മാത്രമേ വർക്ക് പരമായിട്ട് കുറേ ഹെക്ടിക് കാര്യങ്ങളുണ്ട്. എല്ലാ രീതിയിലും നമുക്ക് ഒരു മനുഷ്യന് സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്നവരോട് എന്ത് അഡ്വൈസാണ് കൊടുക്കുള്ളത്? ഇതിൽ പലരും കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് അഡ്വൈസാണ്? ഒത്തിരി പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നോ ഈച്ച് അതർ, അത്രേ ഉള്ളൂ. രണ്ടുപേരുടെയും ഇൻട്രസ്റ്റും രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ പരസ്പരം അറിയുക, പരസ്പരം മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ പ്രൊഫഷൻ. രണ്ടുപേരും ഇപ്പോൾ ഏത് പ്രൊഫഷനിലാണോ ആ പ്രൊഫഷൻ രണ്ടുപേരും റെസ്പെക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒരു റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഉള്ളപ്പോഴുള്ള റിലേഷനാണ്. വിവാഹശേഷം ഒരുപാട് നടിമാര് അഭിനയം നിർത്തുന്നുണ്ട്. ഇങ്ങനെയാണ് സപ്പോർട്ടാണ്? പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലേ, ഞാനത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാനായിട്ട് എങ്ങനെ കൊണ്ടാകുന്ന ഒരിക്കലും പറയത്തില്ല. പുള്ളിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ്. അതുകൊണ്ട് അതിൽ
യാതൊരു കുഴപ്പമില്ല. സീരിയൽ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഞാൻ പിന്നെ തീർച്ചയായിട്ടും കാണാറുണ്ട്. എൻ്റെ വൈഫ് ചെയ്യുമ്പോൾ ഞാൻ കാണാതെ പിന്നെ ആരാ കാണുന്നില്ല. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അല്ല, അങ്ങനെ താല്പര്യമൊന്നുമില്ല. അവിടെ പാർവതിക്കോ അഭിനയിക്കാൻ കൂടെ പേരായിട്ടൊക്കെ വന്ന് റിയൽ ലൈഫിലും ഇഷ്ടമാണ്. ഞങ്ങൾ വീഡിയോ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്നതിന് ഇഷ്ടമാണ്. ചില സമയത്തേക്ക് സിനിമ സീരിയൽ അഭിനയം അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആളുകളൊക്കെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടാണ് കല്യാണം എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ നിങ്ങളൊക്കെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയോ? അങ്ങനെ ആർട്ടിസ്റ്റ്, അപ്പോൾ ആ രീതിയിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ പുള്ളി അഡ്വക്കേറ്റ് ആണ്. ജോലി ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നുണ്ടല്ലോ അഭിനയിക്കുമ്പോൾ, അതൊരു ഇൻഡിപെൻഡൻ്റ് ആണ്. അല്ല, ഞാൻ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ MBA ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമല്ലോ. ഒരു ബാക്കപ്പ് ഉണ്ടാവണം എപ്പോഴും. ഒരു കല്യാണം കഴിക്കുമ്പോൾ ഫിനാൻഷ്യലി എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവണം. ഈ രണ്ടുപേരും, ബ്രൈഡായാലും ഗ്രൂമായാലും രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാത്രമേ കല്യാണം കഴിക്കാവൂ. കാരണം വീട്ടുകാരെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാതെ മാക്സിമം സ്വന്തമായിട്ട് ചെയ്യുന്ന അത്രയും ഫുള്ളല്ല, പ്ലസ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കുണ്ടാവണം. അപ്പോഴേ ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവുമല്ലോ കല്യാണത്തിന് ശേഷം ശരിയാക്കി എടുക്കണമെന്ന്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞത് തീർക്കാറുണ്ട്. ചിലർക്ക് ദേഷ്യം സ്വാഭാവികമായിട്ടും വരാറുണ്ട്. ദേഷ്യം വരാറുണ്ട്, കടന്നുണ്ടാകാറുണ്ട്, അടിയുണ്ടാകാറുണ്ട്. പരസ്പരം സംസാരിച്ചു. ഇത് എന്റെ സൈഡിലാണ് മിസ്റ്റേക്ക്, ഞാൻ പോയി അപ്പോളജൈസ് ചെയ്യും. പുള്ളിയുടെ സൈഡാണെങ്കിൽ പുള്ളി തന്നെ അപ്പോളജൈസ് ചെയ്യും. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പാർവതി എന്ത് ചെയ്താലും ഓക്കെ ആക്കാൻ പറ്റും. പാർവതി ഒത്തിരി സംസാരിച്ചാൽ മതി. സംസാരിച്ച് കംഫർട്ടബിൾ ആക്കിയാൽ മതി. ഒറ്റയ്ക്കാവില്ലെന്ന് തോന്നണം. അതാണ് ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ടാക്കിയാൽ മതി. പ്രേക്ഷകരോട് എന്താ പറയുന്നത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സീരിയലിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ അഡ്വക്കേറ്റ് ഇപ്പോൾ ഒത്തിരി പേര് കാണുന്നുണ്ട്, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൽ വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇല്ലാതെ അത് വർക്കാവില്ല. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. പിന്നെ കല്യാണവും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു. എല്ലാവരുടെയും ബ്ലെസ്സിങ്സും അനുഗ്രഹമുള്ളതുകൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഇത് നടന്നത്. അതിന് താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് കുറേ ഡേയ്സ് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷൂട്ട് സൂൺ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഏഷ്യാനെറ്റിൽ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു വർക്ക്. അപ്പം ഹീറോയിനായിട്ട് ഫസ്റ്റ് പ്രോജക്റ്റാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഇല്ല, അങ്ങനെ അത് ഏത് ചാനലാണെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വെറുതെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഞാൻ പറയട്ടെ, അമൃത TV കാണുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ? സെലക്റ്റഡ് ഓഡിയൻസ് അല്ലേ? നമ്മൾ അങ്ങനെ ചാനലിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. എന്റെ പണി കളയാൻ വേണ്ടിയിട്ട് ഇത് എന്റെ അമ്മ അതിന്റെ അതിൽ ഒപ്പിടത്തില്ല. അല്ല, സാക്ഷികൾ എവരിന് പോട്ടെ, സാക്ഷികൾ നമ്മൾ മതിയല്ലേ? അവർ വേണോ? ഒന്നല്ലേ എഴുതി പേരും അഡ്രസ്സും എഴുതിയിട്ട് ഇവിടെ ഒപ്പിട്ടോ. ഇതിന്റെ ഇപ്പുറം സാക്ഷി അല്ല അയ്യൂര് മതി. ഈ രണ്ട് കാലം വെച്ച് ഞാൻ ഇപ്പൊ എവിടെ ഹണിമൂണ് പോകാനോ കണ്ടപ്പോ നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോ അറിഞ്ഞില്ലായിരുന്നു. വീണിട്ട് ഒരു 1 month ആവാറായി. ഒരു 2 weeks പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ട് കാലും പൊട്ടൽ. ചേട്ടാ ഇതും പൊട്ടലാണോ? നല്ലൊരു വീഴ്ച ആയിരിക്കും. ഞാൻ ഓടി വന്നിട്ട് സ്കിറ്റ് ചെയ്ത് ജമ്പ് ചെയ്തതാ.
ഹെൻഡ് ചെയ്ത് വീണപ്പോൾ കാലിൽ ഉപ്പൂറ്റിയിൽ രണ്ടിടത്തും എയർലൈൻ ഫ്രാക്ചർ ഉണ്ട്, 2 കാലും പൊട്ടലാണ്. ഷൂട്ട് സമയത്തായിരുന്നു ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ ചാടി വീണതാണ്. ഫുള്ളൊരു ആക്ഷൻ സീനിലാണ്. അത് ഏകദേശം മിക്സർ ഓഫ് അങ്ങനെയാണ്, എല്ലാം കൂടെ. അഭിനയിച്ചില്ല അല്ലേ, ജീവിക്കുമായിരുന്നു. അങ്ങനെയല്ല, സ്കിഡായി വീണതാ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇതാക്കണ്ട. അപ്പോൾ മലയാളത്തിലെ മറ്റൊരു ആണിവിഷമാണ് അവരുടെ ആക്ഷൻ സീക്വൻസിലേക്ക്. ഇതിന്റെ പേരിൽ എത്ര ട്രോള് വരുമെന്ന്. അപ്പൊ കല്യാണം മാറ്റി വെക്കാനേ പ്ലാൻ ചെയ്തായിരുന്നു കാല് വീണത്? ടൈം ഉണ്ടായിരുന്നു, റിക്കവർ ആയിരുന്നു. പക്ഷെ ഷൂട്ടും എല്ലാം കൂടെ ആയിട്ട് കുറച്ച് ഹെക്റ്റിക് ആയതിന്റെ പെയിനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ടൈം എടുക്കും, പൊട്ടലല്ലേ, അപ്പൊ ടൈം എടുക്കും. അല്ല, ആദ്യം പറ്റിയപ്പോൾ ആദ്യം കല്യാണത്തിന്റെ കാര്യമായിരിക്കുമല്ലോ ആലോചിച്ചത്. അതെ, അല്ല, ഞാൻ ഷൂട്ടിന്റെ കാര്യമാണ് സത്യമാ ചേട്ടാ. കാരണം നെക്സ്റ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതിൽ നമുക്ക് കല്യാണത്തിന് ടൈം ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം നവംബറിലാണ് വീണേ. നവംബർ ലാസ്റ്റ് 30th ടൈമിലാണ് വീണേ. പിന്നെ ടൈം ഉണ്ടല്ലോ, 1 month ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഷൂട്ട് കുറേ ബ്രേക്കായി. എനിക്ക് ഷൂ ഇട്ടിട്ട് നടക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ സിലിക്കൺ വെച്ചിട്ട് ചുറ്റിയിട്ടാ നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഒരു വരുമാനം കൂടെ കിട്ടി. അത് ഇന്ന് ഒഫീഷ്യലി അവളെ കല്യാണം നടത്താനും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണം അല്ലേ. കല്യാണത്തിന് വരണം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ റിസപ്ഷൻ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവളെന്നെ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി വന്നു. അടുത്ത ബന്ധുക്കൾ പിന്നെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈവനിങ് റിസപ്ഷൻ. അവിടെ വിളിക്കണോ? അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തു. എനിക്ക് അങ്ങനെ കുറിച്ചൊന്നും അറിയത്തില്ല. പട്ടുസാരി ഇതാണ് എന്റെ ചേച്ചി. ചോദിച്ചാൽ മതി എന്തറിയണം. പട്ടുസാരി കാഞ്ചീപുരം സാരി പട്ടുസാരി. ആഭരണങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ, ഈ പാരമ്പര്യ വിഗ്രഹങ്ങളൊക്കെ. ചേട്ടാ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ഇതോ? ഇത് ഗോൾഡ് അല്ല, റെന്റൽസ്. നല്ല രസമുണ്ട്, ട്രഡീഷണൽ. അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്നു. നന്നായിട്ട് വരട്ടെ. കൊച്ചിനാണ് ചിരി വരുന്നത്. തള്ളി മറിക്കാം. അതെന്റെ മാമൻ. എല്ലാവരെയും കാണിച്ചോ, കുടുംബക്കാരെ കുറച്ച് ഫ്രണ്ടിലോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. 9:45 to 10:45.